സതീഷ്, അവസാനമായിട്ട് ഒറ്റ കാര്യം, ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ 2016 മുതൽ 16 മുമ്പുള്ള 5 വർഷവും അതിനുശേഷമുള്ള ഈ 10 വർഷവും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ ആ 16 മുമ്പുള്ള അവസ്ഥയിലേക്കാണല്ലോ ഈ പുതുയുഗം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ എടുത്തു പറയുന്ന കാര്യം എന്തായിരിക്കും താരതമ്യം? അവസാനമായി അല്ല, ഒരു കാര്യം, കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് പെൻഷനും ശമ്പളവും കൊടുക്കാൻ വേണ്ടി മാത്രം 85% തുക ചെലവഴിക്കുന്നു, പിന്നെ അതിൽ പലിശയും കൂടി ചേർക്കുമ്പോൾ 102% ആകും, പിന്നെ ബാക്കി എല്ലാ കാര്യത്തിനും നിത്യനിദാന കാര്യത്തിന് കടമെടുക്കേണ്ടി വരുന്ന കേരളം എന്ന് പറഞ്ഞ കേരളത്തെ ഇപ്പോൾ മാറ്റിയത് എങ്ങനെയാണ്? 60% കൊണ്ട് ഈ ചെലവുകളെല്ലാം നിർവഹിച്ച് 40% കേരളത്തിൻ്റെ വികസനത്തിന് മാറ്റിവെക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോൾ കേരളത്തിൽ ഈ രണ്ട് ഗവൺമെൻറ് കാലത്തുണ്ടായ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നാം നേടിയ കാര്യങ്ങളുടെ ഗുണഫലം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് 2026 മുതലാണ്. നമ്മുടെ ദേശീയപാതയുടെ കണക്ടിവിറ്റി വർദ്ധിക്കുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ കേന്ദ്രം നമ്മളോട് എന്ത് അവഗണന കാണിച്ചാലും ഈ കേരളത്തിന് സ്വന്തം കാലിൽ നിൽക്കാനും അഭിമാനകരമായി ഇനിയും മുന്നേറാനും കഴിയും. അതാണ് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണൊരു തുടർച്ച ആവശ്യം. അതിനാണ് ഇവിടെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ജനങ്ങളുടെ അനുഭവവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ജനങ്ങളോടുള്ള കരുതലുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അപ്പുറത്ത് കനകോലു കാര്യങ്ങൾ നിശ്ചയിക്കുകയാണ്. കനകോലു ആണോ, അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ആണോ, ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളാണോ പ്രശ്നമെന്നതാണ് പ്രശ്നം. അവിടെ എല്ലാവരും മറ്റാരുണ്ട്, ഇടതുപക്ഷം LDF അല്ലാതെ എന്ന് ഒരുമിച്ച് പറയുന്ന സാഹചര്യത്തിലേക്ക് വരും. പിന്നെ ശ്രീ ജോർജ് പൊടിപ്പാറയുടെ ഒറ്റ വാചകം പറയാനുള്ളത്, താങ്കൾ പറഞ്ഞല്ലോ മാറ്റം, ടേൺ. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്ത് എന്ന് അന്നുണ്ടോ ഇപ്പോഴുണ്ടോ, ടേൺ ഉണ്ടോ ശബരിമല വിഷയത്തിൽ എന്നെല്ലാം ഒന്ന് താങ്കൾ ഉൾപ്പെടെ പരിശോധിക്കും. എന്തായാലും ശരി, ഈ പറയുന്ന മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ചോദിക്കുമ്പോൾ അക്കാര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ വേണ്ടി, ഇന്നിപ്പോൾ എത്തിയിരിക്കുന്ന കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി, മാറ്റങ്ങൾക്കായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി 2026 മുതൽ ഇനി അങ്ങോട്ടുള്ള യാത്രയാണ് പ്രധാനം എന്ന് LDF പറയുമ്പോൾ, ഇതുവരെ നേടിയത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 2026 മുതലാണ് അതിനെ കാത്ത് സംരക്ഷിച്ച് പിടിച്ചുയർത്തി കൊണ്ടുപോകേണ്ടത് എന്ന് LDF ആവർത്തിച്ച് പറയുമ്പോൾ, അതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനിയുള്ള മിനിറ്റുകളിലാണ് ഞങ്ങൾ അതൊക്കെ ആലോചിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചെറിയൊരു അടിയുണ്ടെന്നേ ഉള്ളൂ, അത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വേണ്ടിയിട്ടാണ്. അത് ഇപ്പോൾ തീരും. അത് കെ സുധാകരൻ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൊന്നും ഉള്ളത് അല്ലാതെ ഫേസ്ബുക്ക് സുധാകരൻ്റെതേ അല്ല എന്ന് പറയുന്നു. അടുത്ത ദിവസം സുധാകരൻ തിരിച്ചു പറയുന്നു കനകോലു വേഴ്സസ് സുധാകരനാകുന്നു. കനകോലു വേഴ്സസ് LDF എന്നുള്ള ആവേണ്ടതിന് പകരം ഇപ്പോൾ അകത്ത് തന്നെ കനകോലു വേഴ്സസ് സുധാകരനും ഒക്കെ ആകുന്നു. സുധാകരൻ എന്തെങ്കിലും നേടിയെടുത്തിട്ട് വേണം മറ്റ് MP-മാർക്ക് അവിടേക്ക് ആ കളത്തിലേക്ക് ഇറങ്ങാൻ എന്ന് കരുതിയിരിക്കുന്നവരും അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ തന്ത്രങ്ങൾ എങ്കിൽ എന്താണ്, എവിടെയാണ് UDF-ന് ഇനി 11ാം വർഷത്തിലും വീണ്ടും പ്രതിപക്ഷത്തേക്ക് തന്നെ പോകേണ്ടി വരുമോ എന്ന് നാട്ടുകാർ ചോദിച്ചാൽ അതിശയിക്കാനില്ല.